പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. നല്ല ഡിഫറെന്റ് ഫാബ്രിക്കിൽ വരുന്ന ഡിസൈനർ സാരീസ് ആണ്, പാർട്ടി വെയർ സാരീസ് ആണ് വരുന്നത്. ഇന്ന് ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. നമ്മൾ ക്ലൗഡ് ഡിസൈൻസ് ഒരു ഓൺലൈൻ സ്റ്റോർ ആണ്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത് clouddesigns.com ആണ്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ 9947135468 ആണ് വാട്സ്ആപ്പ് നമ്പർ. വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഡെയിലി മോർണിംഗ് ആണ്, രാവിലെ 10:30 മണിക്കാണ് നമ്മുടെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെ എനിക്ക് നമ്മൾ വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. വിത്തിൻ ഇന്ത്യ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ ഹിഡൻ ചാർജസോ കൊറിയർ ചാർജോ ഒന്നും തന്നെ നമുക്കില്ല. ഇന്റർനാഷണൽ ഷിപ്പിംഗിന് മാത്രമേ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളൂ. നമ്മൾ ഏത് പ്രൈസാണോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ആ സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും സാരീസ് കസ്റ്റമേഴ്സിന് കയ്യിൽ കിട്ടുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് നോക്കാം. ഇന്നത്തെ പാർട്ടി വെയർ കളക്ഷൻസിൽ ആദ്യം വരുന്നത് ഹാൻഡ് എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരീസ് ആണ്. പ്യുവർ ചന്തേരി ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഫുൾ ബോഡിയിലും ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. നല്ല പാറ്റേണിലാട്ടോ എല്ലാ സാരീസും വരുന്നത്. കളർ കോമ്പിനേഷൻ വരുന്നത് ടീൽ ഗ്രീൻ ആണ്. നല്ലൊരു അക്വാ ഗ്രീനും ടീൽ ഗ്രീനും കൂടി ചേർന്ന് വരുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലാണ് സാരി വരുന്നത്. ബോർഡർ ഒരു സിമ്പിൾ ബോർഡറാണ് വരുന്നത്. ഒരു ആന്റിക് ഷെയ്ഡിനുള്ള ഒരു തിൻ ബോർഡറാണ് വരുന്നത്. ഒരു റിബൺ ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഈ ഒരു 1 ഇഞ്ച് വരും. 1 ഇഞ്ച് ബോർഡർ വന്നിട്ട് ഹാൻഡ് എംബ്രോയിഡറി ആട്ടോ സാരി വരുന്നത്. നല്ല പാറ്റേണിലാണ്. ഫ്രഞ്ച് നോട്ട്സ് ആൻഡ് ബുള്ളിയൻ നോട്ട്സിന്റെ പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലാണ്. ഒരു നല്ലൊരു ചില്ലി റെഡ്, മസ്റ്റേർഡ്, ബേജ്, ഒലിവ് ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, അങ്ങനെ ഒത്തിരി കളേഴ്സിലായിരിക്കും ഈ വർക്ക് വരുന്നത്. അതും ഒരു സർക്കുലർ പാറ്റേണിലാണ് ഈ ഹാൻഡ് വർക്ക് വരുന്നത്. ആസ് യൂഷ്വൽ പല്ലുവാണ് മെയിൻ ഹൈലൈറ്റ്. ഇതാണ് സാരിയുടെ മുന്താണിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നത് കേട്ടോ. ഒരു റണ്ണിങ് സ്റ്റിച്ച് പാറ്റേണിലൂടെ കാന്ത സ്റ്റിച്ചിനുള്ള മൾട്ടി കളർ എംബ്രോയിഡറി വന്നിട്ട് അതിൽ ഫ്ലോറൽ ത്രെഡ് വർക്ക് ആയിരിക്കും ബോഡിയിൽ വരുന്നത്. അത് കൂടാതെ ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് മുന്താണിയിൽ. ഫുൾ ബോഡിയിലും സ്കാറ്റേർഡ് ആയിട്ട് ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ഹാൻഡ് എംബ്രോയിഡറിയിലും മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഫുൾ പീസിലും കംപ്ലീറ്റ് ബോഡിയിൽ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി വന്നിട്ട് സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. പല്ലു ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിൽ വന്നിട്ട് ഒരു ആന്റിക് സെറിയിലുള്ള ഈ ബോർഡറിലുള്ള അതേ ഒരു വിഡ്ത്തി തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയുടെ എൻഡിലും ലൈൻസ് വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആട്ടോ സാരിക്ക്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ വന്നിട്ട് ബോർഡറിൽ ഈ സെയിം മോട്ടീവ്സ് വരുന്നുണ്ട്. ഹാൻഡ് എംബ്രോയിഡറിയിലുള്ള മോട്ടീവ്സ് വരും ബോർഡറിൽ. പേസ്റ്റൽ പീച്ച് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ. ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ്. ഫുൾ ഹാൻഡ് എംബ്രോയിഡറി ആണ്. ഹാൻഡ് വർക്കിലാണ് സാരിയുടെ ബോഡി വരുന്നത്. മൾട്ടി കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും ബോഡി വരുന്നത്. ഇതാണ് വർക്കിന്റെ ക്ലോസർ വ്യൂ സെയിം ആട്ടോ. ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. മെഷീൻ എംബ്രോയിഡറി അല്ല കേട്ടോ. ഞാൻ വർക്കിന്റെ റിവേഴ്സ് സൈഡ് കാണിക്കാം. ഇതായിരിക്കും വർക്കിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും. ഇതാണ് വർക്കിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. പല്ലു വരുന്നതും സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. കാന്ത സ്റ്റിച്ച് വന്നിട്ട് അതിലും ഫ്ലോറൽ ത്രെഡ് വർക്കാണ് ഹാൻഡ് വർക്കിൽ വരുന്നത്. വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ സിൽവർ ആണ് കേട്ടോ. സിൽവർ ജെറി ലൈൻസ് ആണ് മുന്താണിയുടെ എൻഡിൽ വരുന്നത്. ബോർഡർ വരുന്നത് ഒരു ആന്റിക് ഷെയ്ഡിലായിരിക്കും. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ ബ്ലൗസിന്റെ സ്ലീവിൽ അതേ വർക്ക് വരുന്നുണ്ടാവും. ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ഉണ്ടല്ലോ ബോഡിയിൽ വരുന്നത്, ആ ഒരു വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരുന്നത്. നല്ലൊരു ഗ്രേ ആണ് നെക്സ്റ്റ് കളർ വരുന്നത്. ഡിസൈൻ എല്ലാം സെയിം തന്നെ കേട്ടോ. ഫുൾ ബോഡി ഹാൻഡ് വർക്കിലാണ് സാരി വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ആണ്. ഒരു ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് സാരി വരുന്നത്. അതിലും അതേ കോമ്പിനേഷനിൽ തന്നെയായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിൽ തന്നെ. മുന്താണിയിൽ വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരും. ത്രെഡ് വർക്ക് കൂടാതെ ജെറി ലൈൻസ് ആണ് മുന്താണിയുടെ എൻഡിൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിന്റെ സ്ലീവിലും സെയിം വർക്ക് തന്നെയായിരിക്കും. പിങ്കിഷ് പീച്ച് ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു പിങ്ക് ടിൻറ്റഡ് പീച്ച് ആണ് കളർ കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ്. ഹാൻഡ് എംബ്രോയിഡറി ആയിരിക്കും ഫുൾ ബോഡി വരുന്നത്. സർക്കുലർ പാറ്റേണിൽ തന്നെയാണ് മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. മോട്ടീവ്സിലും വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പല്ലുവിലും വരുമ്പോഴും സ്വീക്വൻസ് വർക്ക് ആയിരിക്കും എല്ലാ സാരീസിലും വരുന്നത്. ഇതായിരിക്കും മുന്താണിയിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. റണ്ണിങ് ബ്ലൗസ് ആണ്. അടുത്ത സാരി വരുന്നത് വീണ്ടും നമുക്കൊരു ഓണം കളക്ഷൻ ആയിട്ടും ഡ്രേപ്പ് ചെയ്യാം. സെയിം ടൈം തന്നെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാവുന്ന സാരിയാണ്. ഫുൾ ബോഡി ജാംദാനി വീവിൽ വരുന്ന സാരി ആട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് സാരിയിൽ ജാംദാനി വീവ് പാറ്റേൺസ് വരുന്നത്. ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും ജാംദാനി വീവ് ഡിസൈൻസ് വരുന്നത്. സാരിയുടെ കളർ വരുന്നത് ഓഫ് ക്രീം ആണ്. ഓഫ് ക്രീമിൽ എൻറ്റയർ സാരിയും ഈ ഒരു പാറ്റേൺ ആട്ടോ. ജാൽ ഡിസൈനിലാണ് ത്രെഡ് വീവ് പാറ്റേൺസ് വരുന്നത് സാരിയുടെ ബോഡിയിൽ. സെയിം ടോണിൽ തന്നെ ഓഫ് ക്രീം തന്നെയാണ് ജാൽ ഡിസൈൻസ് വരുന്നത്. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം. ഇതാണ് സാരിയുടെ ബാക്ക് സൈഡ് കണ്ടോ. വി പാറ്റേൺസിലായിരിക്കും സാരി വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു സ്റ്റൈലിലാണ് വി പാറ്റേൺസ് വരുന്നത് ബോഡിയിൽ. ഇത് റിവേഴ്സ് സൈഡ് ആട്ടോ സാരിയുടെ. ഇതാണ് ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരും. ജാംദാനി വീവ് ഡിസൈൻസിൽ ബോർഡർ വന്നിട്ട് ബോഡിയിൽ ഫുൾ ജാൽ ഡിസൈനാണ്. ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും. ഓഫ് ക്രീമിൽ തന്നെയായിരിക്കും ജാൽ ഡിസൈൻസ് വരുന്നത്.
മുന്താണി പിന്നെ സാരിയുടെ പല്ലു വരുന്നത് നല്ല പാറ്റേണിലുള്ള ജാംദാനി വീവ് പാറ്റേൺസിലായിരിക്കും ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരി. ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. അടുത്ത പാർട്ടി വെയർ സാരീസ് വരുന്നത് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഓർഗൻസയിൽ നല്ല കളർ കോമ്പിനേഷനിലാണോ എല്ലാ സാരീസും വരുന്നത്. ഇതൊരു ഡസ്റ്റി പിങ്ക് ആണ്, ഒരു പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിൽ ഫുൾ ത്രെഡ് വർക്ക് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് സാരി. ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ്. ഒരു പോം ലേസ് വന്നിട്ട് അതിൽ ത്രെഡ് എംബ്രോയിഡറി ആണ് ബോർഡറിൽ വരുന്നത്. സെയിം ടോൺ തന്നെയായിരിക്കും, ഡസ്റ്റി പിങ്കിൽ തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് വർക്ക് ആട്ടോ, പ്രിന്റ് അല്ല, ഫുൾ ത്രെഡ് വർക്കാണ് വരുന്നത്. ഈ ഒരു ഏരിയ വരുമ്പോൾ പ്രിൻ്റാണ്, ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത് സാരിയുടെ ബോഡി. വീണ്ടും അപ്പർ പോർഷൻ വരുമ്പോൾ വീണ്ടും ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫ്ലോറൽ പാറ്റേണും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ത്രെഡ് വർക്കിലും ആയിരിക്കും മിഡിൽ ഏരിയ വരുന്നത്. ഫുൾ സാരിയും ഈ ഒരു പാറ്റേൺ തന്നെയാണ്. പല്ലുവാണിത് വരുന്നത്. മുന്താണിയും ഈ ഒരു ഫുൾ പ്രിന്റും എംബ്രോയിഡറി വർക്കും ആയിരിക്കും വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നത് ഡിസ്ചാർജ് ഡിസൈനിലാണ്. സെയിം ടോണിൽ തന്നെ ഡിസ്ചാർജ് പ്രിന്റിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ബോഡിയിലുള്ള അതേ ഒരു പോം ഡിസൈൻസിലുള്ള ലേസ് വർക്ക് വരുന്നത്. ഇങ്ങനെ വരും. നെക്സ്റ്റ് ഓർഗൻസ സാരി വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ത്രെഡ് വർക്ക് ആണ്, സെൽഫ് കളർ ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും ഫുൾ ബോഡിയിലും വരുന്നത്. ഇതിലും ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. മിഡിൽ ഏരിയ വരുമ്പോൾ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും ബോഡിക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഇതാണ് ബോഡിയിലുള്ള പാറ്റേൺ വരുന്നത്. ഒരു ഫ്ലോറൽ ത്രെഡ് വർക്കും ഇതിലാണ് ഒരു പോം ലേസ്, സെൽഫ് കളർ പോം ലേസ് ആയിരിക്കും എഡ്ജിന് വരുന്നത് സാരിക്ക്. പ്രിന്റഡ് ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്, ഗ്രീനിൽ തന്നെ. ഓർഗൻസ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ ആണ്, ഡസ്റ്റി ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. ഫുൾ ത്രെഡ് എംബ്രോയിഡറി ആണ്, സെയിം ടോണിൽ തന്നെയുള്ള സെൽഫ് കളർ എംബ്രോയിഡറി വർക്കും ഇതിൽ ഫ്ലോറൽ ഡിസൈൻസും ആയിരിക്കും മിഡിൽ വരുന്നത്. അപ്പുറം ലോവർ വരുന്നത് ത്രെഡ് എംബ്രോയിഡറി ആയിരിക്കും. സെയിം ടോണിലുള്ള പോം ലേസ് ആണ് എഡ്ജിന് വരുന്നത്. പ്രിന്റഡ് ബ്ലൗസ് ആയിരിക്കും, നെഗറ്റീവ് പ്രിന്റിൽ വരുന്നത്. സെയിം ടോണിൽ തന്നെയുള്ള ബ്ലൗസ് ആണ്. പീച്ചാട്ടോ, നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ്. സെയിം ടോണിൽ തന്നെ ആയിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. എല്ലാ സാരീസിനെയും മിഡിലേക്ക് വരുമ്പോഴാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അപ്പുറം ലോവറും വരുന്നത് സെയിം ടോണിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ സാരി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു പീച്ചിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. വീണ്ടും ടീൽ ഗ്രീൻ ആണ്. ടീൽ ഗ്രീനും ടീൽ ബ്ലൂവും കൂടി വരുന്ന ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാട്ടോ സാരി വരുന്നത്. നല്ലൊരു കളർ ടോണിലാണ്. സെയിം പാറ്റേൺ തന്നെ, സെയിം ത്രെഡ് വർക്ക് ആണ്. രണ്ട് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത്. മിഡിൽ വരുമ്പോൾ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും വരുന്നത്. ഒരു അക്വാ ഗ്രീൻ ആൻഡ് അക്വാ ബ്ലൂ ചേർന്ന് വരുന്ന നല്ലൊരു കളർ ടോണാണ്. എന്താണ് സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത സാരീസ് വീണ്ടും നമുക്ക് ഓണം അറ്റയറായിട്ടും ഡ്രേപ്പ് ചെയ്യാം, ഒരു പാർട്ടി വെയർ സാരി ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. ഫാബ്രിക് വരുന്ന ഒരു സെമി ടെസർ ഫിനിഷിൽ വരുന്ന ഒരു ഫാബ്രിക്കാണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആട്ടോ ബോഡി വരുന്നത്. ഫുൾ മൾട്ടി കളർ കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിൽ വന്നിട്ട് സിമ്പിൾ ബോർഡർ ആണ്. ഒരു ആന്റിക് സെറിയിലുള്ള ബോർഡേഴ്സ് ആണ് വരുന്നത്. 1.5 ഇഞ്ച് വരും, 1.5 ഇഞ്ച് ബോർഡർ വിത്തിലായിരിക്കും. 2 ഇഞ്ച് വരുമായിരിക്കും, 2 ഇഞ്ച് വിത്തിലായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി വരുന്ന ടിഷ്യൂ പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബോഡി ഫുൾ ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് പല്ലു വരുമ്പോൾ ഈ ഒരു സ്റ്റൈലാണ്. നമുക്കൊരു ഓണം ഫംഗ്ഷനൊക്കെ ഡ്രേപ്പ് ചെയ്യാവുന്ന പാറ്റേണാണ്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫ്ലോറൽ പ്രിന്റ് ആണ്, നെഗറ്റീവ് ഡിസ്ചാർജ് ഡിസൈനിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഇതിനും ബോഡിയിൽ അതേ ബോർഡർ വരുന്നുണ്ടാവും ബ്ലൗസിന്റെ സ്ലീവിൽ. അടുത്ത സാരി വരുന്നത് ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ ആണ്. നമുക്ക് ഒരു കളറായിട്ട് ഇതിൽ പ്രോമിനന്റ് ആയിട്ട് പറയാനില്ല. ബോർഡർ വരുന്നത് പൗഡർ ബ്ലൂ ആണ്, അക്വാ ബ്ലൂ ആണ് ബോർഡർ വരുന്നത്. അതിൽ ആന്റിക് സെറി ബോർഡർ വരുന്നുണ്ട്. ബോഡിയിലൊരു മൾട്ടിപ്പിൾ കളർ കോമ്പിനേഷനിലായിരിക്കും കേട്ടോ സാരിയിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ ആണ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും നല്ലൊരു സോഫ്റ്റ് കളർ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അക്വാ ബ്ലൂ, പൗഡർ ബ്ലൂ, ലാവൻഡർ, ഇങ്ങനെ ഒത്തിരി കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. കൂടാതെ ഒരു ഓഫ് ക്രീം ആണ് ബേസ് വരുന്നത് സാരിക്ക്. ഒന്നാടി വരുന്നത് സെയിം ഗോൾഡൻ ടിഷ്യൂ വീവിലാണ് സാരിയുടെ പല്ലു. പൗഡർ ബ്ലൂ ഷെയ്ഡിൽ തന്നെയായിരിക്കും ടാസിൽസ് വരുന്നത് സാരിയുടെ മുന്താണിയിൽ. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പൗഡർ ബ്ലൂവിൽ തന്നെയാണ്. ഡിസ്ചാർജ് ഡിസൈനിലാണ് സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ഓഫ് ക്രീം തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. കോമ്പിനേഷൻ വരുന്നത് ടീൽ ഗ്രീൻ ആണ്. അക്വാ ഗ്രീനും ടീൽ ഗ്രീനും ചേർന്ന് വരുന്ന കളറിലായിരിക്കും ബോർഡർ വരുന്നത്. ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് ബോഡിയിലും വരുന്നത്. ഈ സാരീസിൽ ഒരു ടിഷ്യൂ ബ്ലെൻഡഡ് മെറ്റീരിയലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ ടിൻറ്റ് കൂടി ഉണ്ട് സാരിയുടെ ബോഡിയിൽ നോക്കുമ്പോൾ. ഗോൾഡൻ സെറി ത്രെഡ് കൂടി വരുന്നുണ്ട് സാരിയിൽ. ഇതായിരിക്കും കോമ്പിനേഷൻ വരുന്നത്. ടീൽ ഗ്രീൻ ആൻഡ് ഒരു ഐവറി ടോൺ ഓഫ് ക്രീമാണ് സാരിയുടെ ബോഡി.
ടിഷ്യൂ മുന്താണി, ഡിസ്റ്റാർട്ട് ഡിസൈനാണ് ബ്ലൗസ് വരുന്നത്. എല്ലാ സാരീസിൻ്റെയും ബ്ലൗസ് മെറ്റീരിയൽ ഞാൻ പറയാൻ പറ്റും. എല്ലാത്തിലും ഒരു ലൈൻസ് വരുന്നുണ്ട്, ഒരു സെറി ലൈൻസ് വന്നിട്ട്, തിൻ സെറി ലൈൻസ് വന്നിട്ട് അതിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരി. ഇന്നത്തെ ലാസ്റ്റ് വൺ വരുന്നത് വീണ്ടും ഓഫ് വൈറ്റ് തന്നെയുള്ള സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഇതിലും ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ടിൻറ്റ് വരുന്നുണ്ട്, ഒരു ഗ്രീനിഷ് ടിൻറ്റിലായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു ഫുൾ സെറി ലൈൻസിലുള്ള ഫ്ലോറൽ ഡിസൈനിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഞാൻ ഈ ഒരു സാരിയുടെ ക്ലോസർ വ്യൂ കാണിക്കാം ബ്ലൗസ് കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. എല്ലാ സാരീസിനും ഇങ്ങനെ ഒരു റിബ് പോലെ ഒരു ലൈൻസ് വരുന്നുണ്ട്, റിബ് ലൈൻസ് വന്നിട്ട് അതിലാണ് ആൻറ്റിക് സെറി ബോർഡേഴ്സ് വരുന്നത്. ഫ്ലോറൽ പാറ്റേൺസും വരുന്നുണ്ടാവും ബ്ലൗസ്.